വെൽക്കം ബാക്ക് ടു ഗുഡ് ഈവനിംഗ്. പാലക്കാട് വാളയാറിൽ നട്ടുച്ചയ്ക്ക് തണലില്ലാത്തിടത്ത് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ദുരിതം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ ഷോയിൽ കണ്ടതാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയയിലൂടെ അത് പ്രേക്ഷകരിലേക്കെത്തി, അധികൃതരിലേക്കെത്തി, കൂടുതൽ ആളുകൾ കണ്ടു. ആ വാർത്ത അങ്ങനെ പരന്നതിന് പിന്നാലെ അവിടെ തണലൊരുങ്ങി എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇന്ന് തുടർച്ചയായി പറയാനുള്ളത്. ബോർഡർ സീലിംഗ് പരിശോധനയിൽ ഏർപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ആശ്വാസമായി. പരിശോധനാ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമുള്ള കുടിവെള്ളവും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബോർഡർ സീലിംഗ് എന്ന സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി പാലക്കാട്ടെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഡ്യൂട്ടി എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ദുരിതം റിപ്പോർട്ടർ വാർത്തയാക്കിയത്. ഒരു തണല് പോലും ഇല്ലാത്തിടത്ത് 12 മണിക്കൂർ നീണ്ട ഡ്യൂട്ടി എടുക്കുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള റിപ്പോർട്ടർ വാർത്ത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ പോലീസുകാർക്കായി പ്രദേശത്ത് താത്കാലിക ഷെഡ് ഒരുക്കിയിരിക്കുകയാണ് സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാന അതിർത്തികളിലൂടെ പണം, മദ്യം എന്നിവ കടത്തുന്നത് തടയാനായാണ് ബോർഡർ സീലിംഗ് എന്ന സുരക്ഷാ പരിശോധന ആരംഭിച്ചത്. 3 വീതം പോലീസ് ഉദ്യോഗസ്ഥരും CRPF അംഗങ്ങളും അടങ്ങുന്നതാണ് പരിശോധനാ സ്ക്വാഡ്. പക്ഷേ പാലക്കാട് വാളയാറിലെ പരിശോധന ഈ ഉദ്യോഗസ്ഥർക്ക് അഗ്നിപരീക്ഷയായിരുന്നു. ഒരിറ്റ് തണല് പോലും ഇല്ലാത്തിടത്ത് ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ 12 മണിക്കൂർ ദുരിതം അനുഭവിക്കുകയായിരുന്നു വാളയാറിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ. ചുട്ടുപൊള്ളുന്ന പാലക്കാടൻ ചൂടിൽ ഇടവേളകളിൽ ആശ്വാസത്തിനായി തണൽ തേടി മാറി നിന്നാൽ വകുപ്പ് തല നടപടി കിട്ടുമെന്ന ഭീഷണിയും ഉദ്യോഗസ്ഥർ നേരിട്ടിരുന്നു. വിഷയം റിപ്പോർട്ടിൽ വാർത്തയായതിനു പിന്നാലെ അധികൃതർ ഇടപെട്ടു. ഉദ്യോഗസ്ഥർക്കായി ഹൈവേ ഓരത്ത് താത്കാലിക ഷെഡും കുടിവെള്ളവും സർക്കാർ ഒരുക്കി. ജില്ലയിലെ 42 ഡിഗ്രി ചൂടിനെ പ്രതിരോധിക്കാൻ മാർഗങ്ങളില്ലാത്തതിനാൽ തൊഴിലാളികൾക്ക് കനത്ത സുരക്ഷാ ക്രമീകരണമാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിനിടയിലായിരുന്നു പോലീസുകാരോടുള്ള ഈ അവഗണന. റിപ്പോർട്ടർ, പാലക്കാട്.